നമസ്കാരം. സംസ്ഥാനത്ത് മഴ കനത്തതോടെ നാശനഷ്ടങ്ങളും വ്യാപകം. പല ജില്ലകളിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണ് കൊല്ലം സ്വദേശിക്ക് പരിക്കേറ്റു. ഇദ്ദേഹം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ജില്ലയിൽ 12 വീടുകൾ പൂർണ്ണമായും 31 വീടുകൾ ഭാഗികമായും തകർന്നു. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിൽ 100-ലധികം ഇടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും മരം വീഴ്ചയിൽ വൈദ്യുതി തൂണുകൾ നിലം പൊത്തിയതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. പെരുമ്പഴത്തൂർ സ്വദേശിയായ കുട്ടപ്പന്റെ വീട്ടിലേക്ക് 2 മരങ്ങളാണ് ഒടിഞ്ഞു വീണത്. വീടിനുള്ളിലുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെമ്പഴന്നി, പാച്ചലൂർ, ചാവടിനട, വെങ്ങാനൂർ, പനത്തുറ, കമലേശ്വരം എന്നിവിടങ്ങളിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും രാത്രിയിൽ നഷ്ടപ്പെട്ട വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിക്കാനായില്ല. രാത്രിയിൽ മരം വീഴ്ച സംബന്ധിച്ച് 200-ലേറെ വിളികൾ വന്നതായി അഗ്നിശമന സേന അറിയിച്ചു. തൃശ്ശൂരിലും കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് മേൽക്കൂര തകർന്നു. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു. ശക്തമായ മഴയിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെ പന്തൽ പൊളിഞ്ഞു വീണു. 3 കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ക്ഷേത്രോത്സവത്തിന് സ്ഥാപിച്ച പന്തലാണ് തകർന്നു വീണത്. എറണാകുളം കളമശ്ശേരിയിൽ ഓട്ടോയ്ക്ക് മുകളിൽ മരം കടപുഴകി വീണു. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഓട്ടോ സ്റ്റാൻഡ് എന്നിവയ്ക്ക് മുന്നിലാണ് മരം വീണത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി. ആർക്കും പരിക്കില്ല. ആലപ്പുഴ തലവടിയിൽ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. 20-ൽ ചിറ ഗീതാകുമാരിയുടെ വീടിന് മുകളിലേക്കാണ് ആഞ്ഞിലി മരം കടപുഴകി വീണത്. രാജ്ഭവന് സമീപവും വെള്ളയമ്പലം ആൽത്തറയിലും മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് റോഡിൽ വീണു. തീരദേശ മേഖലയിലും കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. കനകക്കുന്നിലും ശക്തമായ കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായി. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ കവാടം തകർന്നു വീണു. മരം വീണ വാഹനങ്ങളും തകർന്നു. അതേസമയം ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം അതിതീവ്ര മഴ മുന്നറിയിപ്പിനെ തുടർന്ന് വടക്കൻ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുമാണ്. അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്നും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത ഒരാഴ്ച പടിഞ്ഞാറൻ, വടക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകും. മധ്യകിഴക്കൻ അറബിക്കടലിൽ വടക്കൻ കർണാടക, ഗോവ തീരത്തിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു. വടക്കോട്ട് നീങ്ങി 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. 27 വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. അതിനുശേഷമാകും കാലവർഷത്തിന്റെ പ്രഭാവം കേരളത്തിലുണ്ടാവുക. ഇത് പ്രളയ ഭീഷണി സജീവമാക്കുന്നു. അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കരുതൽ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസവും കേരളത്തിന്റെ തീരത്ത് ഭീതി ഉണ്ടാക്കുന്നുണ്ട്. ശക്തമായ കാറ്റാണ് മറ്റൊരാശങ്ക. ഇതിനൊപ്പം നദികൾ കരകവിഞ്ഞൊഴുകിയാൽ പ്രതിസന്ധി രൂക്ഷമാകും. പല ജില്ലകളിലും മണിക്കൂറുകളാണ് മഴ പെയ്തത്. രാത്രി മഴയിൽ ദുരിതം കൂടുകയാണ്. കേരളത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി. പ്രധാന റോഡുകളിലും വെള്ളം കയറി. ചുഴലിക്കാറ്റും ശക്തമായ പേമാരിയും ഒരുമിച്ച് അനുഭവിച്ച അവസ്ഥയിലായിരുന്നു തിരുവനന്തപുരം.